ഏതു വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, ദുഃഖങ്ങൾ വന്നാലും, സാമ്പത്തികമായ പ്രതിസന്ധികളാവട്ടെ, ശാരീരികമായ ദുർബലതകളാവട്ടെ, ഏതു വലിയ പ്രതിസന്ധികൾ കിടന്നു വന്നാലും നിരാശനാവാൻ പാടില്ല മുസ്ലിമേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷയർപ്പിക്കണേ. ഏതു വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ദിശയറിയാതെ നട്ടം തിരിയുകയാണെങ്കിലും നിരാശനായിട്ട് ജീവിതം ഒടുക്കേണ്ടവനല്ല മുഅ്മിന്. പിന്നെയോ അല്ലാഹുവിലേക്ക് മടങ്ങാൻ കഴിയണം. ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടല്ലോ, അല്ലാഹു പറയുന്നുണ്ടല്ലോ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്നോട് പറയാൻ വരുന്നവൻ ആരാ ഉള്ളത്? ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ എന്നോട് പറഞ്ഞ് അതിന്റെ പ്രയാസം ദൂരീകരിക്കുന്നതിനു വേണ്ടി എന്നോട് ദുആ ചെയ്യാൻ ആരാണുള്ളത്? അവന്റെ പ്രയാസങ്ങൾ ഞാൻ മാറ്റി നൽകുന്നതാണ്, അവന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മാറ്റി നൽകുന്നതാണ് എന്നോരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മളെ പ്രതിസന്ധികളെല്ലാം റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയണം. നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ കഴിയണം. നമ്മുടെ തടസ്സങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയണം. പാതിരാവിന്റെ മറവിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് കണ്ണുനീർ കണങ്ങളുമായി പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യാൻ കഴിയണം മുഅ്മിനെ. ഏതു വലിയ പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെല്ലാം മാറ്റിത്തരാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. അതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ പ്രതീക്ഷയെക്കാളപ്പുറത്ത് നമ്മുടെ കാര്യങ്ങൾ സന്തോഷകരമാക്കാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഏതു വലിയ പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും, എത്ര വലിയ പ്രയാസങ്ങളുടെ നടുവിലാണെങ്കിലും പടച്ച തമ്പുരാനിലേക്ക് കരങ്ങൾ ഉയർത്തണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ എന്ന പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിന്റെ കീഴിൽ വരുന്ന സുന്ദരമായ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. ഒരു മനുഷ്യനതാ വിദൂരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യനതാ തന്റെ കുതിരപ്പുറത്ത് യാത്ര തിരിക്കുകയാണ്. കുറെ ദൂരം അങ്ങ് യാത്ര ചെയ്തു കഴിഞ്ഞപ്പോ വഴിയരികിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ നിൽക്കുകയാ. ഈ കുതിര സവാരിക്കാരനോട് തന്നെയും ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ്. നല്ല മനസ്സിന്റെ ഉടമയായ, മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള, അങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചാൽ റബ്ബിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ആ മനുഷ്യനതാ വഴിയരികിൽ കണ്ട പാവപ്പെട്ട മനുഷ്യന് തന്റെ കുതിരയുടെ പിന്നിൽ കയറ്റുകയാണ്. എന്നിട്ട് അവര് യാത്ര തുടരുകയാണ്. കുറെ സ്ഥലമങ്ങ് കഴിഞ്ഞപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പുറകിലിരുന്ന ആ മനുഷ്യൻ പറയുന്നു, ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ സാധാരണ പോകുന്നതിന് വിപരീതമായൊരു വഴി കാണിച്ചു കൊടുത്തിട്ട് ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയും. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞ വഴിയിലൂടെ കുതിര സവാരിക്കാരൻ തന്റെ കുതിരയെ പായിക്കുകയാണ്. കുറെ ദൂരം അങ്ങ് കഴിഞ്ഞപ്പോ ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോ ആരോരുമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത വിജനമായ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോ അതാ പുറകിലിരുന്ന ആ മനുഷ്യന് തന്റെ അരയിൽ നിന്ന് കടാരയുറിയിട്ട് ഈ കുതിര സവാരിക്കാരന്റെ കഴുത്തിൽ വെക്കുകയാണ്. എന്നിട്ട് കുതിരയെ നിർത്തിക്കുകയാണ്. എന്നിട്ടതാ ചാടിയിറങ്ങി ഈ കുതിര സവാരിക്കാരനെ കൊള്ളയടിക്കുകയാ. അദ്ദേഹത്തിന്റെ പണവും സമ്പത്തുമെല്ലാം കൈക്കലാക്കുകയാണ്. എന്നിട്ടതാ കൊല്ലാൻ തുനിയുകയാണ്. കുതിര സവാരിക്കാരനെ തന്നെ സഹായിച്ച മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പോകുകയാണ്. ആ കുതിര സവാരിക്കാരൻ പറയുകയാ, ഞാൻ എന്റെ കയ്യിലുള്ള സമ്പത്തെല്ലാം നിങ്ങൾക്ക് നൽകിയല്ലോ, എന്റെ കയ്യിൽ ഇനിയൊന്നും ബാക്കിയില്ല, എല്ലാം എടുത്തോ, ഈ കുതിര എടുത്തോ, എന്റെ സമ്പത്ത് എടുത്തോ, എല്ലാം എടുത്തോ, എന്നിട്ട് എന്നെ ജീവനോടെയൊന്ന് പറഞ്ഞയക്കുമോ, ജീവനോടെയൊന്ന് തിരിച്ചയക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല ഇല്ല, നിന്നെ എന്തായാലും ഞാൻ കൊന്നുകളയും. നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് നീ എന്നെ കുറിച്ച് പറയും, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലും, അതിൽ യാതൊരു സംശയവുമില്ല. ആ കുതിര സവാരിക്കാരൻ വല്ലാതെ ഭയവിഹ്വലനാവുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. സഹായിക്കാൻ ആരുമില്ല, ഒന്ന് നിലവിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല. വിജനമായ സ്ഥലമാണ്, ഭയപ്പെടുത്തുന്ന സ്ഥലമാണ്. അവസാനമതാ ആ കൊള്ളക്കാരനോട്, കൊലയാളിയോട് ചോദിക്കുന്നു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ അവസരം നൽകുമോ? ആ മനുഷ്യനതാ അവസരം നൽകുകയാണ്. കുതിര സവാരിക്കാരനതാ നമസ്കരിക്കുകയാണ്. വല്ലാതെ ഭയവിഹ്വലമായ മനസ്സാ. അള്ളാന്റെ ഖുർആന്റെ ആയത്തുകളൊന്നും ഓർമ്മ വരുന്നില്ല. വല്ലാതെ പ്രതിസന്ധിയിലാണല്ലോ, പേടിയിലാണല്ലോ, ഒന്നും
ഓർമ്മ വരുന്നില്ല. അവസാനം ഇങ്ങനെ ഓർത്തെടുക്കുമ്പോ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു ആയത്താണ് ഓർമ്മ വരുന്നത്. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ. പ്രതിസന്ധികളുടെ കനൽപഥങ്ങളിലൂടെ നടക്കുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യൻ ദുആ ചെയ്യുമ്പോ അവനക്ക് ഉത്തരം നൽകുന്ന അല്ലാഹ് എന്നർത്ഥം വരുന്ന പരിശുദ്ധമായ ഖുർആന്റെ ആയത്തോതുകയാണ്. അതിങ്ങനെ ആവർത്തിച്ച് ഓതുകയാണ്. വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. നമസ്കാരം കഴിഞ്ഞു, പടച്ച തമ്പുരാന്റെ മുമ്പിൽ അതാ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. വല്ലാതെ ഭയവിഹ്വലനായി അതാ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുമ്പോ അതാ താഴ്വരയുടെ ഭാഗത്ത് നിന്ന് ഒരു കുതിരക്കാരൻ വളരെ പെട്ടെന്ന് കടന്നു വരികയാണ്. ഒരു കുന്തവുമായി കടന്നു വരികയാണ്. നൊടിയിടയ്ക്കുള്ളിൽ ഈ കൊലയാളിയായ കടാരയുറിയിട്ട് കുതിരസവാരിക്കാരനെ കൊല്ലുന്നതിനു വേണ്ടി ആ കടാരയുമായി നിൽക്കുന്ന ആ മനുഷ്യന് കുന്തം കൊണ്ട് കുത്തി കൊന്നുകളയുകയാണ്. ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകുകയാ, കുതിരസവാരിക്കാരൻ അത്ഭുതപ്പെട്ടു പോകുകയാണ്. ഈ മനുഷ്യനോട് ചോദിക്കുന്നു, താങ്കളാരാ? ആരോരും സഹായിക്കാനില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, പേടിപ്പെടുത്തുന്ന, പ്രതീക്ഷയറ്റു പോകുന്ന ഈ സ്ഥലത്തിന്റെ സഹായത്തിനെത്തി എന്റെ ജീവിതം രക്ഷിച്ച താങ്കളാരാ? ആ മനുഷ്യൻ പറയുന്നു, അതൊന്നും താങ്കൾ അറിയേണ്ടതില്ല, എന്റെ ജോലി ഞാൻ നിർവഹിച്ചു എന്ന് മാത്രം. ആ സമയത്ത് കുതിരസവാരിക്കാരൻ ചോദിക്കുകയാണ്, ബില്ലാഹി മന്നന്താ, അള്ളാനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാ, പടച്ച തമ്പുരാനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ ആരെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? താങ്കൾ ആരെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ മനുഷ്യൻ പറയുകയാണ്, അന റസൂലുല്ലദീ യുജീബുൽ മുൽതറ ഇദാ ദആ. പ്രയാസങ്ങളിൽ അകപ്പെട്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സമയത്ത് ദുആ ചെയ്യുന്നൊരു മനുഷ്യന്റെ ദുആയ്ക്ക് ഉത്തരം നൽകുന്ന റബ്ബിന്റെ ദൂതനാണ് ഞാൻ, റബ്ബിന്റെ ദൂതനാണ് ഞാൻ. പ്രതിസന്ധികളുടെ നടുവിൽ ദുആ ചെയ്യുന്നവൻ ഉത്തരം നൽകുന്ന റബ്ബിന്റെ ദൂതനാണ് ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യനങ്ങ് യാത്ര തിരിച്ചു പോകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ. ഏത് പ്രതിസന്ധികളാണെങ്കിലും, ഏത് പ്രയാസങ്ങളാണെങ്കിലും, ആ പ്രയാസങ്ങൾക്ക് നടുവിലെല്ലാം നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവനല്ലയാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. എന്നോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമോ? എന്നോടൊന്ന് ദുആ ചെയ്യാൻ കഴിയുമോ? ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഏത് വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏത് വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും, ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാലും, ഏതെല്ലാം ആഗ്രഹങ്ങൾ നിറവേറണോ അതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പറയണം, അതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പറയണം. ഒരു മനോഹരമായ ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ധാരാളം ആഗ്രഹങ്ങളുള്ളവരാ, ധാരാളം അഭിലാഷങ്ങളുള്ളവരാണ്, ധാരാളം ലക്ഷ്യങ്ങളുള്ളവരാണ്. പലപ്പോഴും ആ ലക്ഷ്യങ്ങൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ വല്ലാത്ത തടസ്സങ്ങൾ നേരിടാറുണ്ട്. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനോഹരമായൊരു ദിക്ർ പഠിപ്പിച്ചു തരികയാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാ, മഹാനായ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ ആ തടസ്സം മാറുന്നതിനു വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് ലക്ഷ്യം വെച്ച ആ കാര്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നിത്യമായി ചൊല്ലുന്ന ഒരു ദിക്റുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ദിക്ർ നിത്യമാക്കുമായിരുന്നുവെന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരോട്, പെങ്ങന്മാരോട്, സഹോദരങ്ങളോട്, നമ്മുടെ എല്ലാം ലക്ഷ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടണ്ടേ, നമ്മുടെ
ആഗ്രഹങ്ങൾ നിറവേറണ്ട്, നമ്മുടെ അഭിലാഷങ്ങൾ പൂവണിയുണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്ക്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങളാണ്, വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഒരു പാവപ്പെട്ട മനുഷ്യനാ, വലിയ സാമ്പത്തികമായ വിശാലതയുള്ള ആളല്ല. ധാരാളം പ്രതിസന്ധികളാണ്, ബുദ്ധിമുട്ടുകളാണ്, വല്ലാതെ പ്രയാസങ്ങളാണ്, പലപ്പോഴും പട്ടിണിയാണ്, ദുഃഖമാണ്, പ്രയാസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ, ഓരോ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഞാൻ പറഞ്ഞു തരുന്ന ഒരു ദിക്ർ നീ മുറുകെ പിടിക്കണേ പൊന്നുമോള്. ഒരിക്കലും നീ അതിനൊരു തടസ്സം വരുത്തരുത്. എപ്പോഴും നിത്യമായിട്ട് നീ ദിക്ർ ചൊല്ലണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. നമ്മുടെ കാര്യങ്ങളെല്ലാം, അതിന്റെ തടസ്സങ്ങളെല്ലാം അല്ലാഹു നീക്കിത്തരും. നമ്മുടെ തടസ്സങ്ങൾ അല്ലാഹു നീക്കിത്തരും. നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂവണിയും. മാത്രമല്ല, ഈ ദിക്ർ ചൊല്ലുമ്പോ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തെന്നറിയുമോ? ഹഫ്ഫതുഹുമുൽ മലായിക. പടച്ചതമ്പുരാന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ. ആ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ പൊതിയുകയാണ്. പടച്ചവന്റെ മലക്കുകൾ നമ്മളോട് സമീപസ്ഥരാവുകയാണ്. വഗശിയതുഹുമുർ റഹ്മാ. കാരുണ്യവാനായ റബ്ബിന്റെ കാരുണ്യം നമ്മിൽ പെയ്തിറങ്ങുകയാണ്. വനസലത് അലൈഹിമുസ് സകീന. പടച്ചതമ്പുരാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ സമാധാനം, സകീനത്ത് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങുകയാണ്. മാത്രമല്ല, ദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദാ. പടച്ചതമ്പുരാന്റെ അടുക്കലുള്ള മലായികത്തിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അർശിന്റെ സമീപസ്ഥരായ പവിത്രരായ മലായികത്തിന്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ച് വിസ്മരിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറാൻ, നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ, നമ്മുടെ തടസ്സങ്ങളെല്ലാം നീങ്ങാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നിത്യമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.